ചേട്ടത് കഴിച്ചു നോക്കിയേ പാവയ്ക്കല്ല ബജി. നാളെ ഞാൻ ഉണ്ടാക്കി ചേട്ടൻ കഴിച്ചേണ്ടായിരുന്നില്ലല്ലോ. കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. പാവയ്ക്കയുടെ ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. വറുത്ത പാവയ്ക്കയുടെ അല്ലേ ടേസ്റ്റ്? കൊണ്ടാട്ടത്തിന്റെ വറുത്ത പാവയ്ക്ക കഴിക്കുന്നവർക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. ഏതാണ്ട് അതിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം ഉണ്ടോ? നമ്മുടെ ഷാലറ്റ് ഫ്രൈ ഇല്ലേ, ഹോൾ ഷാലറ്റ് എടുത്ത് ഫ്രൈ ചെയ്ത് അത് കഴിച്ചു നോക്കിയാട്ടാ. അതിന്റെ ഒനിയൻ ബജിയുടെ ടേസ്റ്റ് ഉണ്ടോ നോക്കിയേ. ഒനിയൻ ബജി ആയിട്ട് ഉണ്ടാക്കുന്നതാണോ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണോ നല്ലത്? ഇത് ഓണിയൻ ബജിയുടെ അല്ല, ഉള്ളിയുടെ ചെറുതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ആണോ വരുന്നത്? പക്ഷെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? അതോ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഓണിയൻ ബജി, ഉള്ളി ബജി. ഓയില് കുറച്ച് ഓയിലല്ലേ ഉണ്ടായുള്ളൂ. ഓയിൽ പിടിച്ചിട്ടില്ല. നമുക്ക് വലിയ സവോള കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതും എല്ലാവരും നമുക്ക് പാവയ്ക്കല ബജി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് പാവയ്ക്ക എടുത്തിട്ടുണ്ട്, നമ്മുടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് വെള്ളം വേണം, കുറച്ച് മുളക് പൊടി ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇത് അയ്മോദകം, ഇത് നമ്മുടെ കായപ്പൊടി. അയ്മോദകം എല്ലാവരും ചേർക്കാറുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അയ്മോദകം ഇട്ടാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇത് ഇടുന്നുണ്ട്, അതാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അതിനു മുമ്പ് നമുക്ക് ഇതൊരു 1 മിനിറ്റ് കൊണ്ട്, ഒരു 2 മിനിറ്റ് കൊണ്ട് മിക്സ് ചെയ്ത് കഴിയും. അതിനു മുമ്പ് ഓയിൽ തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചിട്ട് വേണമല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ അയ്മോദകം ഒന്ന് പയ്യെ ഇങ്ങനെ തിരുമ്മിയിട്ടിടാണെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് മണമൊക്കെ പ്രത്യേകം പുറത്തേക്ക് വരും. ഒന്ന് പയ്യെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി, പൊടിക്കൊന്നും വേണ്ട, ഒന്ന് തിരുമ്മിയിട്ടാൽ മതി. കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ടിട്ടുള്ളേ. എരിവ് വേണ്ടവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാം. കുറച്ച് ഉപ്പ്, പിന്നെ നോക്കിയിട്ട് പാകത്തിന് ചേർക്കാം കേട്ടോ. കടലമാവ് നമുക്ക് ഇതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്യാം കേട്ടോ. കായപ്പൊടി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം, അപ്പം എല്ലായിടത്തും ആവും. മിക്സ് ചെയ്തിട്ട് പൊടി മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കായപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തോ കേട്ടോ. പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആവണം, അപ്പൊ ഇത് ഇല മുക്കി ഇടാനായിട്ട് എളുപ്പമായിരിക്കും. ഇവിടെ ഓയിൽ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഒരിത്തിരി ഇട്ട് നോക്കാം, നമുക്ക് ശരിയാവും നോക്കാം. അതെ, നന്നായിട്ട് വരുന്നുണ്ട്. ഇത് പാവയ്ക്കയുടെ ഇല നമുക്കറിയാലോ, കട്ടി വളരെ കുറവല്ല, അപ്പൊ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇതിങ്ങനെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഫിലിപ്പീൻസിന്റെ ഒക്കെ ഫേവറേറ്റ് സാധനമാണ്. അവര് വെറുതെ സ്റ്റീം കുക്ക്ഡൊക്കെ ആയിട്ട് എടുത്ത് കഴിക്കും. അത് വെറുതെ ബോയിൽ ചെയ്ത് കഴിക്കും. തീ കുറച്ചിടാം, അല്ലെങ്കിൽ ഇപ്പൊ കരിഞ്ഞു.
പക്ഷെ നമ്മൾ കേരളത്തിൽ അത് അധികം ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാ. തീ കുറച്ച് വെച്ചിട്ടുണ്ടേ, പാവയ്ക്ക് അധികം കട്ടിയില്ലാത്താനും പെട്ടെന്ന് ഇതായി തീരും. ബജ്ജി ഉണ്ടാക്കാനുള്ള ഇല ഉണ്ടായുള്ളൂ. ഇല കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ ഓയിലും ഈ മാവും കളയുന്നില്ല കേട്ടോ. ഇത് കണ്ട അമ്പലിന്റെ പൊട്ട്. ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഷാലറ്റ് ചെറിയ ഉള്ളി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വലിയ സവോള കൊണ്ട് ഉണ്ടാക്കാം, പക്ഷെ അതിനുള്ള ഓയിൽ ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് ഇതാകുമ്പോൾ പാകം സൈസായിരിക്കും. ഇത് ഇവിടുത്തെ കിട്ടുന്ന ചെറിയ ഉള്ളി ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ 4 പൊളിച്ചാൽ മതി. അറ്റത്തേക്ക് ഇങ്ങനെ വരരുത്. എത്ര ആക്കണമെങ്കിൽ ആദ്യം ഇതിപ്പോ 6 പീസ് ആക്കിയിട്ടുണ്ട്. 6ഓ 8ഓ വേണമെങ്കിൽ ആക്കാം. പൈ ഇങ്ങനെ വിടർത്തി കൊടുക്കാം. ഈ നമ്മൾ ബാർബിക്യൂനൊക്കെ ഉപയോഗിക്കുന്ന ഇതില്ലേ, ആ സ്റ്റിക്ക് കണ്ടെടുത്ത് തന്നെ കുത്താം. കണ്ട, വിടർത്തി നോക്കാം. കണ്ട, ഇനിയിപ്പോ എങ്ങനെ വിടർത്തുമ്പോ എങ്ങനെ 2ആയിട്ട് പൊളിഞ്ഞു പോയി. ഇതേപോലെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ മുറിക്കുമ്പോ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഷാലറ്റ് ഫ്രൈ ഉണ്ടാക്കാണ്. 2 മുക്കി എടുക്കാം. ഓയിൽ ഓൾറെഡി തളിച്ചെടുക്കുന്നതാണ്. നല്ല പൂ പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഓഫ് ചെയ്തോ. വിടർന്ന് കിട്ടുന്നുണ്ട, ഇങ്ങനെ നല്ല വിടർന്ന് കിട്ടും. ഓയില് ഇത്തിരി കൂടി കൂടുതൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതില് നന്നായിട്ട് വിടർന്ന് കിട്ടും. എന്താ എല്ലാം നമുക്ക്